മുരളി മുരളി ആരെ ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി അറിഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി. ഇന്നലെ രാത്രി വന്നില്ലേ? ആ ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. താനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ അല്ലേ സ്റ്റാ? പിന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കാച്ചോ കള്ള സുവർ. വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാർ അടിച്ചിറക്കി. അത് നമ്മളെ കയ്യിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരന്. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. പായ അന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ അന്വേഷിക്കാം. അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്കേ. മേശം തുറക്കണോ? മേശ കൊടുക്കണോ? രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. ആ നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വലിയേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം. അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയോ? നിനക്ക് അറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് നടക്കുന്ന കോമാളികളുടെ പണി എന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരൻ